തിരുവാലൂർ ജ്ഞാനസാഗരം വായനശാല മന്ദിരത്തിന്റെ ഉദ്ഘാടനം വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു. ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറവൂർ ടി.കെ. നാരായണപിള്ള റീഡിംഗ് റൂം ഉദ്ഘാടനം ചെയ്തു. എറണാകുളം എം.പി. ഹൈബി ഈഡൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രി പി രാജീവ് തിരുവാലൂർ ജ്ഞാനസാഗരം വായനശാല മന്ദിരം ഉദ്ഘാടനം ചെയ്തു. വികസന കാര്യങ്ങളിൽ പൊതുവെ കക്ഷി രാഷ്ട്രീയം മറന്ന് ജനപ്രതിനിധികൾ ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട്. അതിൽ ഇപ്പോൾ ഹൈബി എം.എൽ.എ. ആയിരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ രാജ്യസഭ അംഗമായിരിക്കുന്ന സന്ദർഭത്തിൽ എറണാകുളം ജനറൽ ആശുപത്രിയുടെ ചിത്രത്തെ ചരിത്രപരമായി മാറ്റി തീർക്കുമതിൽ ഞങ്ങൾ ഒന്നിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയുടെ തന്നെ ഏറ്റവും മികച്ച ഒരു ആശുപത്രിയാണ് ജനറൽ ആശുപത്രി. ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറവൂർ ടി.കെ. നാരായണപിള്ള റീഡിംഗ് റൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സത്യത്തിൽ 2011 ഈ ആലങ്ങാടും കരുമാരൂരും വിട്ടുപോരേണ്ടി വന്നതിന്റെ സങ്കടം എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല. ഇതിലെ യാത്ര ചെയ്യുമ്പോഴൊക്കെ എനിക്ക് വിഷമമാണ്. ഞാൻ എന്നാലും പറവൂരിന്റെ എക്സ്റ്റൻഷനായിട്ടാണ് ആലങ്ങാടും കരുമാലൂരും കണക്കാക്കിയിട്ടുള്ളത്. പ്രൊഫസർ M.K. സാനു മാസ്റ്റർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഇപ്രകാരം ഒരു പുതിയ കെട്ടിടം ഉണ്ടാക്കുക, അതിൽ നല്ല നല്ല ഗ്രന്ഥങ്ങൾ ശേഖരിക്കുക, അത് വായിക്കുന്നതിന് കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും പ്രേരിപ്പിക്കുക, അവസരമുണ്ടാക്കുക, ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. വായനശാലയിൽ സ്ഥാപിക്കുന്ന രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ കുലപതി P.N. പണിക്കരുടെയും പറവൂർ ടി.കെ. നാരായണ പിള്ളയുടെയും ഫോട്ടോകൾ M.P. ഹൈബി ഈഡൻ അനാച്ഛാദനം ചെയ്തു. നമ്മൾ ഇന്ന് ഈ കേരളത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്കറിയാം, ലഹരിക്കെതിരെയുള്ള ജാതിയോ മതമോ രാഷ്ട്രീയമോ ലിംഗ വ്യത്യാസമില്ലാതെ, കാസ്റ്റ്, ജെൻഡർ, റിലീജിയൻ ഡിഫറൻസസ് ഇല്ലാതെ നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു വലിയ പോരാട്ടമാണ്. എനിക്ക് തോന്നുന്നു ആ പോരാട്ടം യഥാർത്ഥത്തിൽ തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ സാംസ്കാരിക മുഖം എപ്പോഴും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഗ്രന്ഥശാല പ്രവർത്തനങ്ങളിലൂടെയും കായിക കൂട്ടായ്മകളിലൂടെയും നമ്മുടെ ചെറുപ്പക്കാരെ അവരുടെ യൂത്ത് എനർജി ചാനലൈസ് ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ്. P.N. പണിക്കർ നഗറിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിന്റെ ഭാഗമായി പരിസ്ഥിതി സൗഹൃദ ചിത്ര പ്രദർശനവും ഉണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ വായനശാല സ്ഥാപകരെ ചടങ്ങിൽ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ് വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡ് വിതരണം നടത്തി. വായനശാല പ്രസിഡന്റ് K.V. പോൾ, സെക്രട്ടറി P.S. അനിൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P.M. മനാഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം K.V. രവീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M.R. രാധാകൃഷ്ണൻ, കുന്നേൽ ഉണ്ണിമിശിഹ പള്ളി വികാരി റവറന്റ് ഫാദർ ജൂലിയസ് കർഗന്തറ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K.R. രാമചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ പുരുഷൻ, പറവൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി T.V. ഷൈവിൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിജി സുരേഷ്, K.R. ബിജു, എൽസ ജേക്കബ്, തിരുവാലൂർ NSS കരയോഗം പ്രസിഡന്റ് S. പ്രേംകുമാർ, തിരുവാലൂർ SNDP ശാഖ പ്രസിഡന്റ് M.B. മുരുകൻ, BPJS തിരുവാലൂർ ഗ്രാമമണ്ഡലം പ്രസിഡന്റ് K.K. സുരേഷ്, വിശ്വകർമ്മ മഹാസഭ തിരുവാലൂർ ശാഖ പ്രസിഡന്റ് P.S. പത്മകുമാർ, സാഹിത്യകാരൻ ഗ്രന്ഥശാല പ്രവർത്തകൻ അനീഷ് ഒബ്രിൻ, ആലങ്ങാട് ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് സുനിൽ തിരുവാലൂർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.